കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഏറെ നാളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഗവർണർ സർക്കാർ പോര് പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലയിലെ വൈസ് ചാൻസലർ അഥവാ VC നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ നിലനിന്നിരുന്ന കേസിൽ അപ്രതീക്ഷിതവും എന്നാൽ നിർണായകവുമായ ഒരു സമവായത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ്. ഏറെക്കാലം എതിർപ്പുകൾ നിലനിന്നിരുന്ന വ്യക്തികളെ പോലും അംഗീകരിച്ചുകൊണ്ട് സർക്കാർ നടത്തിയ ഈ ഒത്തുതീർപ്പ് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴി തെളിച്ചിരിക്കുന്നത്. സാങ്കേതിക സർവകലാശാലയുടെ VC ആയി സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാലയുടെ VC ആയി സജി ഗോപിനാഥിനെയും നിയമിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. ഇതിൽ സജി ഗോപിനാഥിന്റെ പേര് സർക്കാർ തന്നെ നാമനിർദ്ദേശം ചെയ്തു എന്നതാണ്. എന്നാൽ കഴിഞ്ഞ 2 വർഷത്തോളമായി സിസ തോമസിന്റെ നിയമനത്തെ സർക്കാർ ശക്തമായി എതിർത്തിരുന്നു. SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ അവർക്കെതിരെ തെരുവിൽ സമരം നടത്തിയിരുന്നതുമാണ് ഇക്കാര്യം കൊണ്ട്. എന്നിട്ടും ഈ ഒത്തുതീർപ്പിലേക്ക് സർക്കാർ എത്തിയത് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ്. സുപ്രീം കോടതിയുടെ ഇടപെടലും സമവായത്തിൽ എത്തുവാനുള്ള നിർദ്ദേശവും ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട്. ഈ സമവായ നീക്കം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. SFI പോലുള്ള സംഘടനകൾ തെരുവിൽ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഗവർണറുടെ നിലപാടുകൾക്ക് സർക്കാർ വഴങ്ങിക്കൊടുക്കുന്നത് പാർട്ടിയുടെ പൊസിഷനെ ദുർബലപ്പെടുത്തുമെന്ന് സെക്രട്ടേറിയറ്റിൽ അഭിപ്രായം ഉയർന്നതായാണ് റിപ്പോർട്ടുകളും വരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപ്രമാദിത്വത്തിനെതിരെ പാർട്ടിയിൽ ആദ്യമായി വിമർശനം ഉയരുന്നു എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ഇതൊരു വിമർശനമല്ലെന്നും മറിച്ച് പാർട്ടിക്കുള്ളിലെ സ്വാഭാവികമായ ചർച്ച മാത്രമാണെന്നുമാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. PS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് പാർട്ടി സർക്കാരിനെ തിരുത്തിയിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നുവെങ്കിൽ പിണറായി സർക്കാരിൽ പാർട്ടി പലപ്പോഴും സർക്കാരിന്റെ തീരുമാനങ്ങളെ കണ്ണടച്ച് പിന്തുണയ്ക്കുകയാണെന്ന വിമർശനം ഈ സന്ദർഭത്തിൽ പ്രസക്തമാണ്. സംസ്ഥാന ഭരണത്തിൽ ഗവർണറുടെ ഓഫീസ് ഒരു തടസ്സമായി നിൽക്കുന്നത് ദൈനംദിന ഭരണ പ്രക്രിയയെ ബാധിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഫണ്ടുകൾ ലഭിക്കുന്നതിനും വിദേശയാത്രകൾക്കും കേന്ദ്രാനുമതി വൈകുന്നതും ഗവർണറുടെ നിലപാടുകൾ ഭരണസ്തംഭത്തിന് സമാനമായ സാഹചര്യം സൃഷ്ടിക്കുന്നത് മൂലമാണ്. ഇതിനെ മറികടക്കാൻ ഒരു നോൺ കോൺഫ്ലിക്റ്റ് അപ്രോച്ച് സ്വീകരിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. ഫിലിം ഫെസ്റ്റിവൽ മുതൽ ക്ഷേമനിധി ഫണ്ടുകൾ വരെ തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ ഗവർണറുമായി ഒത്തുതീർപ്പിലാകുന്നത് പ്രായോഗികമായ ഭരണത്തിന് അനിവാര്യമാണെന്ന് സർക്കാർ കരുതുന്നുണ്ടാകാം. എന്നാൽ രാഷ്ട്രീയമായി ഇത് പാർട്ടിയെയും അണികളെയും എങ്ങനെ ബാധിക്കുമെന്നത് ഗൗരവകരം തന്നെയാണ്. തമിഴ്നാട്ടിലെ MK സ്റ്റാലിനോ പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജിയോ കേന്ദ്രത്തിനെതിരെയും ഗവർണർക്കെതിരെയും സ്വീകരിക്കുന്ന രാഷ്ട്രീയ പ്രതിരോധം കേരളത്തിൽ കാണുന്നില്ല എന്നാണ്. കേന്ദ്രത്തിന്റെ അമിതാധികാര രാഷ്ട്രീയത്തിനെതിരെ ജനങ്ങളെ അണിനിർത്തിക്കൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ കേരളത്തിൽ ഉണ്ടാകുന്നില്ല. SFI നടത്തിയ സമരം പോലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഗവൺമെന്റ് പലപ്പോഴും കേന്ദ്രത്തിന് വിധേയപ്പെടുകയാണെന്ന നറേറ്റീവ് പ്രതിപക്ഷം ശക്തമായി ഉയർത്തുന്നുണ്ട്. അന്തർധാരകൾ ഉണ്ടോ ഇല്ലയോ എന്നതിലുപരി ഭരണഘടനാപരമായ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്നതിൽ സർക്കാർ പിന്നാക്കം പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുകയും വേണം. ഒരു ചോദ്യമുണ്ട്, ഈ ഒരു കാര്യം വിട്ടുവീഴ്ചയോ അതോ തന്ത്രപരമായ പിന്മാറ്റമോ? കേരളത്തിലെ സർവകലാശാലകളുടെ പ്രവർത്തനം സുഗമമാക്കാൻ VC-മാരുടെ നിയമനം അത്യാവശ്യമാണ്. എന്നാൽ അതിന് നൽകേണ്ടി വന്ന വില ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നയങ്ങളുമായി ഒത്തുപോകുന്നതാണോ എന്നതാണ് ചോദ്യം. കേന്ദ്രത്തിന്റെയും ഗവർണറുടെയും സമ്മർദ്ദങ്ങൾക്ക് മുൻപിൽ വഴങ്ങിക്കൊടുക്കുന്നത് ഭാവിയിൽ മറ്റു മേഖലകളിലും സമാനമായ ഇടപെടലുകൾക്ക് വഴിവെക്കുമെന്നാണ്. ഭരണവും രാഷ്ട്രീയവും തമ്മിലുള്ള ഈ സംഘർഷത്തിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയും രാഷ്ട്രീയ ഭാവിയെയും എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.